പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുന്ന ഈ വാക്കുകൾ എത്രയോ ശ്രദ്ധേയമാണ്. ദൈവം നിങ്ങൾക്ക് സഹനങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആർജിക്കുവാൻ പോകുന്ന വിശുദ്ധിയുടെ അടയാളമാണ്. പലപ്പോഴും നന്മകൾ ചെയ്തിട്ടും തിരികെ കിട്ടുന്നത് സഹനങ്ങൾ മാത്രമാണെങ്കിൽ ഓർക്കുക, കർത്താവ് നമ്മളെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ അകാരണമായ പീഡകളിലൂടെ അതുല്യമായ വിശുദ്ധിയുടെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നിറയ്ക്കും. ഈശോ കടന്നുപോയ സഹനങ്ങളുടെ ഓർമ്മ നമ്മളെയും ശക്തിപ്പെടുത്തട്ടെ. ദൈവം നമ്മളെ കൈവിട്ടു എന്ന് പലരും നിരാശയോടെ പറയുമ്പോഴും വിശ്വാസത്തിൽ അടിയുറച്ച ഒരു വ്യക്തി പറയാൻ ആഗ്രഹിക്കുക, ഈ സഹനങ്ങളിലൂടെ ഈശോ തൻ്റെ ഹൃദയത്തോട് കുറച്ചുകൂടി എന്നെ ചേർത്ത് നിർത്തി എന്നായിരിക്കും. ഇന്ന് നമ്മളും കടന്നുപോകുന്ന പ്രതിസന്ധികളെ, ഞെരുക്കങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. അവിടുന്ന് അനുവദിക്കുന്ന ഈ പീഡകളുടെ നിമിഷങ്ങളിൽ നമ്മളും കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നാണ് നിൽക്കുന്നതെന്ന് എപ്പോഴും ഓർക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ നമ്മിലും ഉണ്ടാകാനായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.